പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, ഈ ഒരു തീരുമാനം നടപ്പിലാക്കിയാൽ, ഒരാളല്ല ബാക്കിയുള്ളവരൊക്കെ നടപ്പിലാക്കിയാൽ നിങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വരും. BJP-യുടെ മതരാഷ്ട്രീയത്തെ വിപ്ലവകരമായ തീരുമാനം കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ജനാധിപത്യപരമായിട്ടുള്ള നീക്കം കൊണ്ട് അതിനെ തുടച്ചു നീക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈ ഒരു കാര്യം ചെയ്താൽ മതി. കേരളത്തിൽ നിങ്ങൾക്ക് വ്യക്തമായ അധികാരം ഉറപ്പിക്കാൻ പറ്റും. കൂടുതലൊന്നും വേണ്ട. ഇത് ആര് ചെയ്തു കഴിഞ്ഞാലും, കോൺഗ്രസ്സുകാർ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഗുണം, മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗുണം. പ്രത്യേകിച്ചിട്ട് കോൺഗ്രസ് എന്ന് പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് ഇന്ത്യ രാജ്യത്ത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഇതിനൊക്കെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ തേടിയിട്ട് നിങ്ങൾ അങ്ങ് യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ പോകേണ്ടതില്ല. മൂവാറ്റുപുഴ മണ്ഡലത്തിലേക്ക് കണ്ണോടിച്ചാൽ മതി. അവിടെ ഒരു നായകനുണ്ട്, അയാൾ ഒരു പട നയിക്കുന്നുണ്ട്, അയാൾ ഒരു ആശയം മുന്നോട്ട് വെച്ച് ഒരു ഭീമൻ നീക്കം നടത്തുന്നുണ്ട്. ആ നീക്കത്തെ തടയാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത്തിരി പ്രയാസമല്ല, ഇത്തിരി കടുപ്പമല്ല, മറിച്ച് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെ അയാൾ സൃഷ്ടിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇക്കാലം എത്രയും അദ്ദേഹം ചെയ്തിട്ടുള്ള MLA സേവനത്തിനുള്ള ജനപ്രതിനിധിയായി നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് സർക്കാർ നൽകുന്ന ശമ്പളം, ആ ശമ്പളമായ 25 ലക്ഷം, ഈ കാലം എത്രയും, കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം MLA ആയിട്ട് വന്നു, ആ MLA ആയി വന്നത് മുതൽ ഈ സമയം വരെയുള്ള മുഴുവൻ തുകയും അദ്ദേഹത്തിന്റെ ഒരു പുതിയ പദ്ധതിയായിട്ടുള്ള സ്പർശം, രോഗികൾക്ക്, ഡയാലിസിസ് രോഗികൾക്ക്, വൃദ്ധജനങ്ങൾക്ക്, അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ സ്പർശം. ആ സ്പർശത്തിലേക്ക് 25 ലക്ഷം രൂപ അദ്ദേഹം കൈമാറിയിരിക്കുകയാണെന്നുള്ളതാണ്. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. കാരണം എത്ര MLA-മാർ അവരുടെ ശമ്പളം, അവരുടെ ഇത്തരത്തിലുള്ള ശമ്പളം പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു MLA, അതായത് ഇദ്ദേഹം വിളിച്ചു ചേർത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു, റീഡിഫൈനിങ് പൊളിറ്റിക്സ്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ബഹുമാനീയനായിട്ടുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർണാടക റവന്യൂ മിനിസ്റ്റർ കൃഷ്ണജി അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പരിപാടി. സന്തോഷ് ജോർജ് കുളങ്കര, അഖിൽ മാരാർ, പ്രിയപ്പെട്ട സായി, അങ്ങനെ തുടങ്ങുന്ന ഒരു എൻടയർ ടീം, ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രമുഖർ പങ്കെടുത്ത ഒരു പരിപാടി. ആ പരിപാടി സംഘടിപ്പിച്ചത് മാത്യു കുഴൽനാടാണ്. അവിടെ കർണാടകയുടെ റവന്യൂ മിനിസ്റ്റർ ഉണ്ട്. ആ പരിപാടിയിൽ സംസാരിക്കവേ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിച്ചെടുക്കാനുള്ള കുഴൽനാടൻ്റെ ആ രാഷ്ട്രീയ നീക്കത്തിന്, ആ രാഷ്ട്രീയ ഒരു തിരുത്തൽ ശ്രമത്തിന്, അതിന് എല്ലാവിധ പിന്തുണയും ഞാൻ നൽകുന്നുണ്ട്. കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞതുകൊണ്ട് മാത്രം അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇന്ത്യ രാഷ്ട്രീയത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലെയും ആളുകൾ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുകൂലിക്കേണ്ടി വരും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു ജനപ്രതിനിധിക്ക് MLA അല്ലെങ്കിൽ MP ആയിക്കഴിഞ്ഞാൽ അവരതൊരു ഉത്തരവാദിത്തമായിട്ട് കാണണമെന്നുള്ളതാണ്. അതൊരു ഉത്തരവാദിത്തമായിട്ട് ആ പരിപാടിയിൽ തന്നെ ഞാൻ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, കുടുംബങ്ങൾക്ക് നമ്മൾ ചെലവ് കൊടുക്കുന്നില്ല, നമ്മൾ ഉപ്പാക്ക് ഉമ്മാക്ക് മക്കൾക്കൊക്കെ നമ്മൾ ചെലവ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെലവ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലേക്ക് ഒരു ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ നിങ്ങൾ വരണം. കാരണം അത് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ഉത്തരവാദിത്തം, അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരു മെന്റാലിറ്റിയിലേക്കാണ് മാത്യു കുഴൽനാടൻ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ നീക്കം അത് ചെറുതൊന്നും അല്ല. നോക്കൂ, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ കോൺഗ്രസ് MLA-മാരും MP-മാരും ഒരു സുപ്രഭാതത്തിൽ തീരുമാനിക്കുകയാണ്, കുഴൽനാടൻ എഫക്റ്റ്. മാത്യു കുഴൽനാടൻ്റെ ആ പ്രഖ്യാപനം ഏറ്റെടുക്കുന്നു. ഇതുവരെ കിട്ടിയ MLA MP ആയിട്ട് കിട്ടിയിട്ടുള്ള മുഴുവൻ ശമ്പളവും ജനങ്ങൾക്ക് നൽകാൻ തയ്യാറാക്കുന്നു. ഈ രാജ്യത്ത് BJP കൊണ്ടുവരുന്ന മതരാഷ്ട്രീയവാദത്തെ ചെറുത്തു നിൽക്കാൻ ഈ വിപ്ലവകരമായിട്ടുള്ള പോരാട്ടത്തിലൂടെ സാധിക്കില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആം ആദ്മി ഡൽഹിയിൽ ചുരുങ്ങിയ കാലങ്ങളിൽ ഉണ്ടാക്കിയ ആ വിപ്ലവം പിന്നീട് തകർന്നു പോയത് അവർക്ക് നേരെ വന്നിട്ടുള്ള അഴിമതികളാണ്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കാം. പക്ഷേ ആ പ്രശ്നമാണ് പിന്നീട് രാഷ്ട്രീയമായിട്ട് ആം ആദ്മിയെ തകർത്തത്. പക്ഷെ കോൺഗ്രസ് നിലവിൽ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ രാജ്യത്തെ മുഴുവൻ MLA-മാർ, കോൺഗ്രസിന്റെ രാജ്യത്തെ മുഴുവൻ MP-മാർ, അവർക്ക് കിട്ടുന്ന പ്രതിമാസ ശമ്പളം
സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ തയ്യാറാകണമെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, MP-മാർ, അവരുടെ ഘടകകക്ഷികളൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ അത് ഏറ്റെടുക്കും. കാരണം ജനങ്ങൾക്ക് വേണ്ടത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജനസേവകനെയാണ്. അവൻ ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേവലം കവലപ്രസംഗങ്ങളിലൂടെ തെളിയിക്കുന്ന കാലം അവർ മനസ്സിലാക്കിയിരിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റത്തിന്റെ പുതിയ കാറ്റുമായി നിങ്ങൾക്ക് അവരെ തലോടണമെന്നുണ്ട് എങ്കിൽ വിപ്ലവാത്മകമായിട്ടുള്ള കുഴൽനാടൻ മാജിക് നിങ്ങൾ കൊണ്ടുവരാൻ തയ്യാറാകണം. മൂവാറ്റുപുഴയിൽ കുഴൽനാടൻ മാജിക് ചർച്ച ചെയ്യപ്പെടുകയാണ്. മാത്യു കുഴൽനാടന്റെ ആ ഒരു രാഷ്ട്രീയ തീരുമാനം, അല്ലെങ്കിൽ റീഡിഫൈനിങ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള ഈ രാഷ്ട്രീയ വിപ്ലവം മൂവാറ്റുപുഴയിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ നേതാവ് അയാൾ പൊതുജനങ്ങളെ സേവിക്കുന്നത് തിരിച്ച് നേട്ടമൊന്നുമില്ലാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ജനങ്ങൾക്ക് ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യുന്നത് പൊതുജനത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ അവിടെ ജനം സ്നേഹമായി തരുന്നത് വോട്ടായിരിക്കും. ആ വോട്ടിന്റെ എണ്ണം നിങ്ങൾ കണക്ക് കൂട്ടിയതിലും വലുതായിരിക്കും. മാത്യു കുഴൽനാടന്റെ ഈ വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റം കേരളത്തിലെ എത്ര കോൺഗ്രസ് MLA-മാർ, എത്ര കോൺഗ്രസ് ജനപ്രതിനിധികൾ സ്വീകരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. 25 ലക്ഷം രൂപ അദ്ദേഹം കൊടുക്കുമ്പോൾ പലരും ചോദിക്കും, മാത്യു കുഴൽനാടൻ എന്താ പ്രശ്നം? അദ്ദേഹം അഡ്വക്കേറ്റ് അല്ലേ? അദ്ദേഹത്തിന് സാമ്പത്തിക ബാക്കപ്പ് ഇല്ലേ? ബാക്കിയുള്ള MLA-മാർക്ക് അതില്ലല്ലോ. അപ്പോഴും നമ്മൾ പറയുന്ന ഒരു വലിയ പോയിന്റ് ഉണ്ട്. എന്താ പോയിന്റ്? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ജോലിയല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ജോലിയായി നിങ്ങൾ കണ്ടു. രാഷ്ട്രീയ പ്രവർത്തനം എപ്പോൾ പണമുണ്ടാക്കാനുള്ള ഒരു വഴിയായി ഇവിടുത്തെ രാഷ്ട്ര നേതാക്കന്മാർ കണ്ടു തുടങ്ങി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. കാരണം ഇതിൽ കയറി കഴിഞ്ഞാൽ പൈസ കിട്ടും, അധികാരമുണ്ട്, എന്തും ചെയ്യാം, എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും, പിൻവാതിൽ നിയമനം നടത്താൻ പറ്റും, എന്തും നമുക്ക് ഈ വഴി ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലിൽ നിന്നാണ് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയ മേഖല. നോക്കൂ, കേരള രാഷ്ട്രീയത്തിൽ അത്ര വലിയ രീതിയിലൊന്നും നടക്കുന്നില്ല എങ്കിൽ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് സുലഭമാണ്. അവിടെയൊക്കെ ഒരു വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ കുഴൽനാടൻ മാജിക് ഉത്തരേന്ത്യൻ മണ്ണിൽ പറിച്ചു നടാൻ, കേരളത്തിലടക്കം ഇത് വലിയ രീതിയിൽ പ്രചരണം നടത്താൻ ഇപ്പോഴും കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കന്മാരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാ പറ്റാത്തത്? അവർക്ക് വേറെ ജോലിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ജോലി ഉണ്ടാവണം. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു വരുമാന സ്രോതസ് ഉണ്ടാവണം. ആ വരുമാനം കഴിച്ചിട്ടുള്ള സമയങ്ങളിൽ മതി രാഷ്ട്രീയ പ്രവർത്തനം. എന്തായാലും ഞാനൊരു കാര്യം മനസ്സ് തുറന്നു പറയാം. കുഴൽനാടൻ്റെ വിപ്ലവകരമായ ഈ തീരുമാനത്തെ, ഈ ഒരു ആശയത്തെ ഞാൻ 100% ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിലെ MLA-മാരോട് കുഴൽനാടൻ മാജിക് ഒന്ന് പരീക്ഷിച്ചുകൂടെ, അല്ലെങ്കിൽ ആ ആശയം ഒന്ന് നിറവേറ്റിക്കൂടെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു നല്ലതല്ലേ എന്നുള്ളത്. എന്തായാലും വരും കാലങ്ങളിലെങ്കിലും മാത്യു കുഴൽനാടൻ്റെ ഈ തീരുമാനത്തെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക്.